നമസ്കാരം. ഇന്നിതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരെ അറിയിക്കുന്ന പ്രൈം ടൈം ന്യൂസ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. ബൂത്തിലെത്താൻ ഇനി 5 നാൾ മാത്രം. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Laza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് ഇന്ത്യ UAE. MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പത്തനംതിട്ടയിൽ 6 വർഷം മുൻപ് മരിച്ച വയോധികയുടെ പേരിൽ കള്ളവോട്ട് ചെയ്ത സംഭവത്തിൽ പോളിംഗ് ഓഫീസർ അടക്കം 3 പേരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സസ്പെൻഡ് ചെയ്തു. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. പത്തനംതിട്ട മെഴുവേലിയിലാണ് മരിച്ച വയോധികയുടെ അതേ പേരുള്ള മരുമകൾ വോട്ട് ചെയ്തത്. ആറന്മുള നിയോജക മണ്ഡലത്തിലെ മെഴുവേലി കാരിത്തോട്ടയിലാണ് 6 വർഷങ്ങൾക്ക് മുൻപ് മരിച്ച വയോധികയുടെ പേരിൽ മരുമകൾ കള്ളവോട്ട് ചെയ്തത്. ബൂത്ത് ലെവൽ ഓഫീസറും മെഴുവേലി പഞ്ചായത്തിലെ കോൺഗ്രസ് വാർഡ് മെമ്പറും ചേർന്നാണ് കള്ളവോട്ടിന് ഗൂഢാലോചന നടത്തിയതെന്ന് LDF പരാതി നൽകിയിരുന്നു. 24 വാർത്തയ്ക്ക് പിന്നാലെ ഉദ്യോഗസ്ഥരോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം ചോദിച്ചു. വീഴ്ച സംഭവിച്ചതായി BLO കമ്മീഷന് മൊഴി നൽകി. പക്ഷെങ്കിൽ സീരിയൽ നമ്പർ എഴുതിയത് എനിക്ക് തെറ്റിപ്പോയതാ. ഒരു വീട്ടിലെ അമ്മായിയമ്മയുടെയും മരുമോടെയും പേര് അന്നമ്മയെന്നായിരുന്നു. 12 പൂരിപ്പിച്ചപ്പോൾ എൻ്റെ ഭാഗത്തു നിന്ന് വന്ന പിഴവ. ഗുരുതരമായ വീഴ്ചയാണ് പോളിംഗ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയതോടെ 3 പേർക്ക് സസ്പെൻഷൻ. രേഖകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ട ഉദ്യോഗസ്ഥർ അത് ചെയ്തില്ല. ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തെങ്കിലും ബാലറ്റിൽ രേഖപ്പെടുത്തിയ വോട്ട് റദ്ദാക്കിയിട്ടില്ല. കള്ളവോട്ട് ചെയ്യാൻ ഗൂഢാലോചന നടന്നുവെന്ന പരാതിയിൽ പോലീസ് കേസെടുക്കണമെന്നാണ് LDFന്റെ ആവശ്യം. പത്തനംതിട്ട മെഴുവേലിയിൽ 6 വർഷം മുമ്പ് മരിച്ച വൃദ്ധയുടെ പേരിൽ കള്ളവോട്ട് ചെയ്ത സംഭവത്തിൽ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുവെങ്കിലും കള്ളവോട്ട് റദ്ദാക്കപ്പെട്ടിട്ടില്ല. ജനാധിപത്യ പ്രക്രിയയെ നോക്കി ചിരിക്കുന്ന ആ കള്ളവോട്ട് റദ്ദാക്കപ്പെടുന്നതിലൂടെ മാത്രമേ നടപടിക്രമങ്ങൾക്ക് പൂർത്തീകരണം സംഭവിക്കുകയുള്ളൂ. S. ശ്യാംകുമാർ, 24, കൊച്ചി. ജാർഖണ്ഡിൽ ശക്തി പ്രകടനമായി ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലി. അരവിന്ദ് കെജ്രിവാളിനും ഹേമന്ത് സോറനും കസേരകൾ ഒഴിച്ചിട്ടാണ് റാലി. കൽപ്പന സോറനും സുനിത കേജ്രിവാളും റാലിയുടെ ഭാഗമായി. RJD നേതാവ് തേജസ്വി യാദവ്, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ, അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. 12 साल से इंसुलिन ले रहे हैं, 50 यूनिट हर रोज लेते हैं, लेकिन जेल में इंसुलिन नहीं देंगे. मारना चाहते हैं ये लोग दिल्ली के मुख्यमंत्री को. ये लोग अरविंद केजरीवाल जी की सोच को समझ ही नहीं सकते. अरविंद जी का मानना है कि इस देश ने उनको बहुत अच्छी शिक्षा दी है. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് രാഹുൽ ഗാന്ധി റാലിയിൽ പങ്കെടുത്തില്ല. റാലിക്ക് തൊട്ടു മുൻപ് അണികൾ തമ്മിൽ കയ്യാങ്കളിയുണ്ടായത് കല്ലുകടിയായി. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, മുൻപ് ഡൽഹിയിൽ നടന്ന റാലിയിൽ കൽപ്പന സോറൻ അങ്ങോട്ടേക്ക് എത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ സുനിത കേജ്രിവാൾ റാഞ്ചിയിലേക്ക് വരുന്നു. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഏതൊക്കെ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്? രാഹുൽ ഗാന്ധിയും സീതാറാം യെച്ചൂരിയും പങ്കെടുക്കില്ല എന്നുള്ളത് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണല്ലോ. അനുജ, ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ ചേർന്ന മഹാറാലിയുടെ തുടർച്ചയായാണ് റാഞ്ചിയിൽ ഇന്ന് മഹാറാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ റാലിയിൽ പ്രധാന പ്രതിപക്ഷ നേതാക്കൾ എല്ലാവരും തന്നെ പങ്കെടുത്തു. സീതാറാം യെച്ചൂരി നേരത്തെ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിരുന്നു. രാഹുൽ ഗാന്ധി അനാരോഗ്യത്തെ തുടർന്ന് പങ്കെടുക്കുന്നില്ല. എന്നാൽ ഈ റാലി ശ്രദ്ധേയമായത് സുനിത കേജ്രിവാൾ, ഒപ്പം തന്നെ ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പന സോറൻ എന്നിവരുടെ സാന്നിധ്യം തന്നെയാണ്. കേജ്രിവാളിനെയും ഹേമന്ത് സോറനെയും ജയിലിൽ അടച്ചിരിക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞ സുനിത കേജ്രിവാൾ ജനപ്രിയരായ മുഖ്യമന്ത്രിമാരെ ഇത്തരത്തിൽ ജയിലിൽ അടയ്ക്കുകയാണെന്ന് വിമർശിച്ചു. കേജ്രിവാളിനെ ജയിലിൽ വെച്ച് കൊലപ്പെടുത്താൻ ശ്രമം നടക്കുന്നതായും സുനിത കേജ്രിവാൾ ഈ റാലിയിൽ വെച്ച് ആരോപിച്ചു. റാലിയിൽ സംസാരിച്ച തേജസ്വി യാദവ്, ഭഗവന്ത് മാൻ, അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തന്നെ കടുത്ത ഭാഷയിലാണ് കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക്
വലിയ തിരിച്ചടി ഉണ്ടാകും ഒന്നാം ഘട്ടത്തിൽ നിന്നും 102 സീറ്റുകളിൽ നടന്ന ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ 80-ലേറെ സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുമെന്നും ഭഗവത് മാൻ പറഞ്ഞു. BJPയെ മറിച്ചിടാൻ BJP സർക്കാരിനെ യാത്രയയക്കാൻ സമയമായി എന്നാണ് അഖിലേഷ് യാദവ് പറഞ്ഞത്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കാനുള്ള ആഹ്വാനവും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. കടുത്ത വിമർശനങ്ങൾ തന്നെയാണ് ഈ റാലിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഉയർന്നു കേട്ടത്. ഒന്നാം ഘട്ടത്തിന് ശേഷം ആത്മവിശ്വാസം വർദ്ധിച്ചു എന്ന ഒരു സന്ദേശമാണ് ഇന്ത്യ റാലി ഈ റാഞ്ചിയിൽ നടന്ന സമ്മേളനത്തിൽ നൽകിയത്. രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നില്ല എങ്കിൽ പോലും മധ്യപ്രദേശിലെ റാലിക്ക് ശേഷം ACC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ റാഞ്ചിയിലെത്തി ഈ റാലിയുടെ ഭാഗമായി. റാഞ്ചിയിൽ ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലി. കോൺഗ്രസിന്റെ മുഖം കാണാൻ പോലും ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് പ്രധാനമന്ത്രി. 400-ലേറെ സീറ്റുകളിൽ ജയിച്ചിരുന്ന കോൺഗ്രസിന് ഇന്ന് 300 സീറ്റുകളിൽ മത്സരിക്കാൻ പോലും കഴിയുന്നില്ല. തോൽവി ഭയന്ന് കോൺഗ്രസ് നേതാക്കൾ രാജ്യസഭ തെരഞ്ഞെടുക്കുകയാണെന്നും രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. जिस पार्टी ने कभी 400 सांसद जीते थे उनके, आज वो 300 सीट पे चुनाव नहीं लड़ पा रहे हैं. आज कांग्रेस की हालत ये है को उम्मीदवार नहीं मिल रहे हैं. इन्होंने अवसरवादी इंडी अलायंस बना लिया है. उसकी पतंग उड़ने से पहले ही कट गई है. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിനെതിരെ സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കും ഒരേ സ്വരമെന്നാണ് വിമർശനം. ഇടതുപക്ഷത്തെ വിമർശിക്കുന്ന പ്രിയങ്ക ഗാന്ധി റോബർട്ട് വദ്രയെ അറസ്റ്റ് ചെയ്യാത്തതിന് നരേന്ദ്രമോദിയോട് നന്ദി പറയണമെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു. പൊതുതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും രാഹുൽ ഗാന്ധിയെയും രൂക്ഷമായി വിമർശിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിനെതിരെ കള്ളം പ്രചരിപ്പിക്കുന്നതിൽ മോദിക്കും രാഹുൽ ഗാന്ധിക്കും ഒരേ സ്വരമെന്ന വിമർശനം. കേരളത്തെയും നമ്മുടെ സംസ്ഥാനം നേടിയ പുരോഗതിയെയും നുണകൾ കൊണ്ട് മൂടാനാണ് പ്രധാനമന്ത്രിയും കേരളത്തിലെ പ്രധാന പ്രതിപക്ഷ കക്ഷിയുടെ അഖിലേന്ത്യാ പ്രധാനിയും ഒരേ മനസ്സോടെ ശ്രമിക്കുന്നത്. കേരളത്തിനെതിരെ സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കും ഒരേ സ്വരമാണ്. കേരളത്തിൽ വന്ന് അഴിമതിക്കെതിരെ സംസാരിക്കുന്ന പ്രിയങ്ക ഗാന്ധി നരേന്ദ്രമോദിയോട് നന്ദി പറയണമെന്ന പിണറായി വിജയൻ. റോബർട്ട് വദ്ര നടത്തിയ അഴിമതികൾ ചൂണ്ടിക്കാട്ടിയാണ് പരിഹാസം. അവരുടെ ഭർത്താവ് ആരാണ്, ഇവരുമായിട്ടെല്ലാം ബന്ധപ്പെട്ട DLF എന്താണ്, അതുമായി ബന്ധപ്പെട്ട് കുറേ നാൾ ഉയർന്നു വന്നിരുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ്, ആ ഘട്ടത്തിലുള്ള നടപടികൾ എങ്ങനെയൊക്കെയാണ് നീങ്ങിയത്. അപ്പോൾ അറസ്റ്റ് വേണ്ടിയിരുന്നവർക്ക് നേരെ അറസ്റ്റ് ഉണ്ടായില്ലെങ്കിൽ അതിനുള്ള നന്ദി അവരോട് പറയാണ് വേണ്ടത്. അതിന് എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയല്ല വേണ്ടത്. മോദിയെയും സംഘപരിവാറിനെയും നേരിട്ടെതിർക്കാതെ രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ നിന്ന് ഒളിച്ചോടിയെന്നും മുഖ്യമന്ത്രി. സ്വന്തം പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് നിന്ന് നിർണായക ഘട്ടത്തിൽ ഒളിച്ചോടിയ നേതാവ് എന്ന പേരുദോഷം മാറ്റി രാജ്യത്ത് നയിക്കാൻ പ്രാപ്തനാണ് എന്ന് വിശ്വസിക്കാൻ തക്ക ബലമുള്ള നിലപാട് രാഹുലിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് ഉയരുന്ന വിമർശനം. സംസ്ഥാനത്ത് പ്രചാരണം അവസാനിക്കാൻ ദിവസങ്ങൾ ശേഷിക്കെ BJPക്കും കോൺഗ്രസിനുമെതിരെയുള്ള വിമർശനം ഓരോ ദിവസവും കടുപ്പിക്കുകയാണ് മുഖ്യമന്ത്രി. 24 കാസർഗോഡ്. LDF പരസ്യം പ്രസിദ്ധീകരിച്ചതിന് സുപ്രഭാതം പത്രം കത്തിച്ച വിവാദത്തിന് പിന്നാലെ മുസ്ലിം ലീഗിനെ വെട്ടിലാക്കി സമസ്ത. ലീഗിനും സമസ്തയ്ക്കുമിടയിൽ ഭിന്നിപ്പുണ്ടെന്ന് സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം 24നോട് പറഞ്ഞു. സമസ്ത വിലക്കിയ പരിപാടികളിൽ ലീഗ് നേതൃത്വം പങ്കെടുക്കുന്നുവെന്നും ഉമർ ഫൈസി മുക്കം വിമർശിച്ചു. സമസ്തയുമായുള്ള അസ്വാരസ്യങ്ങൾ പരിഹരിച്ചുവെന്ന മുസ്ലിം ലീഗ് വാദത്തെ തള്ളുന്നതാണ് സംസ്ഥാന സെക്രട്ടറി ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രതികരണം. സമസ്തയ്ക്കെതിരായ പരിപാടികളിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പങ്കെടുക്കുന്നു. മുൻപ് ഇങ്ങനെയായിരുന്നില്ല. സത്യം പറയുന്നവരെ സഖാക്കളാക്കാൻ ശ്രമിക്കുകയാണ്. ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് ഉമർ ഫൈസി മുക്കത്തിന്റെ വിമർശനം. ഇപ്പോൾ ഇതര പ്രസ്ഥാനക്കാരുടെ മേഖലയിൽ അവരുടെ പ്രചരണ പരിപാടികൾ, സമ്മേളനങ്ങൾ, അതിലൊന്നും പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളത് എല്ലാവർക്കും തിരിയുന്ന സമസ്തയുടെ തീരുമാനമാണ്. അങ്ങനെ പാലിച്ചു പോന്നിരുന്നു. ഈ പറഞ്ഞ തങ്ങന്മാരോ ഈ പറഞ്ഞ നേതാക്കളോ ഒന്നും എന്തായിരുന്നില്ല. സമസ്തക്കെതിരായ മുജാഹിദ് ജമാഅത്ത് തുടങ്ങിയ സംഘടനകളുടെ പരിപാടികളൊന്നും പങ്കെടുത്തിരുന്നില്ല. ഇതെല്ലാവർക്കും അറിയാം. ഇന്ന് അതിനൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. എവിടെയും പോവാ, എന്തും ചെയ്യുക, എന്ത് സമസ്ത എന്നൊരു നിലപാട്. അതുപോലെ ഇപ്പം മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി വൈകിട്ട് എന്തൊക്കെയേ സമസ്തയെക്കുറിച്ച് പറയുന്നുണ്ട്. സുപ്രഭാതം പത്രത്തിൽ LDF അനുകൂല പരസ്യം വന്നതിൽ തെറ്റില്ല. ഇന്നലെ ഇപ്പോൾ സുപ്രഭാതം കത്തിച്ചു. എന്താ അതിൻ്റെ കാര്യം? സുപ്രഭാതം കത്തിക്കേണ്ട കാര്യം എന്താ? LDFിൻ്റെ പരസ്യം കൊടുക്കുന്നുള്ളതാണ്. LDFും UDF രണ്ട് സംവിധാനമാണ്. അതിൻ്റെ പരസ്യം കൊടുക്കുന്നത് എന്താ തിരക്കട്ട്?
ഹൈദരലി ശിഹാബ് തങ്ങളുടെ മരണവുമായി ബന്ധപ്പെട്ട് പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി നടത്തിയ ആരോപണം ഗുരുതരമെന്നും ഉമർ ഫൈസി മുക്കം പറഞ്ഞു. CIC വിഷയത്തിൽ ഉൾപ്പെടെ മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ തർക്കങ്ങൾ നിലനിന്നിരുന്നു. എന്നാൽ അതെല്ലാം പരിഹരിച്ചുവെന്നായിരുന്നു ലീഗ് വാദം. തെരഞ്ഞെടുപ്പ് കാലത്ത് UDFന്റെ വോട്ട് ബാങ്കായ സമസ്തയുടെ നേതാവിൽ നിന്ന് വരുന്ന വിമർശനം ലീഗ് നേതൃത്വത്തിന് തലവേദനയാകും. 24 കോഴിക്കോട്. വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരായ സൈബർ അധിക്ഷേപത്തിൽ വീണ്ടും കേസ്. യൂത്ത് ലീഗ് പ്രവർത്തകനെതിരെയാണ് നടപടി. തനിക്കെതിരെ നടക്കുന്നത് അധാർമിക സൈബർ ആക്രമണമെന്ന് KK ശൈലജ ഇന്നും ആവർത്തിച്ചു. ശൈലജയെ വിമർശിച്ച് MM ഹസൻ രംഗത്തെത്തി. CPIM ബ്രാഞ്ച് സെക്രട്ടറി നൽകിയ പരാതിയിലാണ് യൂത്ത് ലീഗ് പ്രവർത്തകൻ ഷെഫീഖിനെതിരെ പേരാമ്പ്ര പോലീസ് കേസെടുത്തത്. ഫേസ്ബുക്കിലൂടെ അശ്ലീല കമന്റിട്ട് അപകീർത്തിപ്പെടുത്തിയെന്നാണ് പരാതി. തെരഞ്ഞെടുപ്പ് ജയത്തിനായി തനിക്ക് വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കേണ്ട കാര്യമില്ലെന്ന് KK ശൈലജ. ഞാൻ എനിക്കെതിരെ ഇത്രയും വൃത്തിയായിട്ടൊരു ആരോപണം സൃഷ്ടിക്കുക, എനിക്ക് ഇലക്ഷനിൽ ജയിക്കാനും സൃഷ്ടിക്കൊന്നും വേണ്ട കേട്ടോ. എൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടറിയുന്ന ജനങ്ങൾ പാർലമെന്റിലും അങ്ങനെ ഒരു പ്രവർത്തനം നടത്താൻ ഞാൻ അവിടെ വേണമെന്ന് ആഗ്രഹിച്ചാൽ എന്നെ ജയിപ്പിക്കും. വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചുവെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന KK ശൈലജയുടെ പ്രസ്താവന നിലപാട് മാറ്റമെന്ന് UDF കൺവീനർ MM ഹസൻ. ഇന്നലെ ശൈലജ ടീച്ചർ തന്നെ തിരുത്തി. അശ്ലീല വീഡിയോ, ഇല്ലാത്ത അശ്ലീല വീഡിയോയെ കുറിച്ചാണ് അവർ പറഞ്ഞതെന്ന് അവർ തന്നെ തുറന്നു പറഞ്ഞു. വാസ്തവത്തിൽ അതിൻ്റെ പേരിൽ എന്തായിരുന്നു ഈ മറ്റേ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ സൈബർ സഖാക്കൾ നടത്തിയ പ്രചരണം? മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം നടത്തിയതിലും പോലീസ് കേസെടുത്തു. UDFന്റെ പരാതിയിൽ കൊയിലാണ്ടി പോലീസിന്റേതാണ് നടപടി. 24 കോഴിക്കോട്. വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി. തൃശൂർ പൂരം തടസ്സപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ DGPയോട് റിപ്പോർട്ട് തേടി മുഖ്യമന്ത്രി. ജില്ലയിൽ നിന്നുള്ള മന്ത്രി K രാജൻ മുഖ്യമന്ത്രിയെ നേരിട്ട് അതൃപ്തി അറിയിച്ചതിന് പിന്നാലെയാണ് നടപടി. തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് വൈകിയതിന് പിന്നിൽ പോലീസാണെന്ന ആരോപണം ശക്തമാകുന്നതിനിടയിലാണ് വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നടന്നത് ഗൗരവമേറിയ വിഷയമാണെന്നും സംഭവത്തിൽ DGPയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗൗരവമായ പരാതി അതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുണ്ട്. ഓഫീസിലേക്ക് ഒരു പരാതി അയച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് DGPയോട് അത് കൃത്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മന്ത്രി K രാജൻ അതൃപ്തി അറിയിച്ചതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ നടപടി. പൂരത്തിന്റെ ആചാരങ്ങൾ അറിയാത്ത പോലീസുകാർ ഡ്യൂട്ടിക്കെത്തുന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് തൃശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ആരോപിച്ചു. തൃശൂർ പൂരം എന്താണെന്നതിനെ പറ്റി കൃത്യം അറിയാത്ത ആൾക്കാരാണ്. എന്താണ് തെക്കോട്ടിറക്കുന്ന അറിയില്ല, പഞ്ചം അവിടെ മഠത്തിൽ വരവിന്റെ പ്രത്യേകത എന്താണെന്നും അവിടെ ആരൊക്കെയാണ് അതിന്റെ കാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് നടക്കുന്നത് അറിയാത്ത ഉദ്യോഗസ്ഥന്മാർ വന്നാൽ ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീഷിന്റെ ആരോപണം. മനഃപൂർവ്വമാണ്. ഇപ്പൊ കമ്മീഷണർ മാത്രമായി കുറ്റക്കാരൻ, സർക്കാരാണ് കമ്മീഷണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിണറായി സർക്കാർ 2 മന്ത്രിമാർ ആ സ്പോട്ടിലുണ്ട് അവിടെ. എന്നിട്ടും ഈ കമ്മീഷണറാണോ ഈ 2 മന്ത്രിമാർക്കും മീതെയുള്ള ആളുകൾ? സിറ്റി പോലീസ് കമ്മീഷണർ പൂരം അലങ്കോലമാക്കാൻ ശ്രമിച്ചത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നാണ് BJPയുടെ വിമർശനം. 24 തൃശൂർ. സംവിധായകൻ ജോഷിയുടെ കൊച്ചി പനമ്പള്ളി നഗറിലെ വീട്ടിൽ മോഷണം നടത്തിയ പ്രതി മുഹമ്മദ് ഇർഷാദ് സ്ഥിരം കുറ്റവാളിയെന്ന് പോലീസ്. ഇയാൾ മുൻപും കേരളത്തിൽ മോഷണം നടത്തിയെന്നാണ് വിവരം. പ്രതിയെ നാളെ കേരളത്തിലെത്തിക്കും. സംവിധായകൻ ജോഷിയുടെ പനമ്പള്ളി നഗറിലെ വീട്ടിൽ വെള്ളിയാഴ്ച രാത്രി കവർച്ച നടത്തിയ പ്രതിയെ കർണാടകയിൽ നിന്നാണ് പിടികൂടിയത്. മുംബൈ സ്വദേശിയായ മുഹമ്മദ് ഇർഷാദ് സ്ഥിരം കുറ്റവാളി എന്നാണ് പോലീസ് നൽകുന്ന വിവരം. കേരളത്തിൽ ഇയാൾ മുൻപും മോഷണം നടത്തിയിട്ടുണ്ട്. കവടിയാറിൽ ജ്വല്ലറി ഉടമയുടെ വീട്ടിൽ കവർച്ച നടത്തിയ കേസിൽ ഗോവയിൽ അറസ്റ്റിലായ മുഹമ്മദ് ഇർഷാദ് ജാമ്യത്തിൽ ഇറങ്ങിയിരുന്നു. ജോഷിയുടെ വീടിന്റെ പിൻഭാഗത്തെ ജനൽ കുത്തിപ്പൊളിച്ച് അകത്ത് കടന്ന പ്രതി വജ്രാഭരണങ്ങളും സ്വർണവുമാണ് കവർന്നത്. കൊച്ചിയിലെത്തിച്ച ശേഷം പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യും. കവർച്ചയ്ക്ക് കൂടുതൽ ആളുകളുടെ സഹായം ലഭിച്ചോ എന്നതും അന്വേഷണ പരിധിയിലുണ്ട്. 24 കൊച്ചി. കണ്ണൂർ ആറളത്ത് ആനമതിൽ നിർമ്മാണത്തിന്റെ മറവിൽ അനധികൃത മരം മുറിക്കൽ. സർവേയിൽ അടയാളപ്പെടുത്തിയ മരങ്ങൾക്ക് പുറമെ കൂടുതൽ മരങ്ങൾ മുറിച്ചുവെന്നാണ് പരാതി. ഫ്ലൈയിംഗ് സ്ക്വാഡ് DFOയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണം തുടങ്ങി. ആറളം പുനരധിവാസ മേഖലയിൽ കാട്ടാനക്കലിയിൽ നിരവധി ജീവനുകൾ പൊലിഞ്ഞതോടെയാണ് ആനമതിൽ പദ്ധതി നടപ്പാക്കുന്നത്. ആറളം വന്യജീവി സങ്കേതവും പുനരധിവാസ മേഖലയും വേർതിരിക്കുന്ന ആനപ്രതിരോധ മതിൽ നിർമ്മാണത്തിന്റെ മറവിലാണ് അനധികൃത മരമുറി. വളയഞ്ചാൽ മുതൽ പരിപ്പുതോട് വരെ 10.5 കിലോമീറ്റർ ദൂരത്തിലാണ് ആനമതിൽ നിർമ്മാണം.
ഇതിൽ ആദ്യ റീച്ചിലെ 2.5 കിലോമീറ്ററിലെ മരം മുറിയാണ് വിവാദത്തിലായത്. വന്യജീവി സങ്കേതത്തിനകത്തെ മരങ്ങളും സർവേ ലിസ്റ്റ് മറികടന്ന് അനധികൃതമായി മുറിച്ചു. ഫ്ലൈയിംഗ് സ്ക്വാഡ് DFO അജിത് കെ രാമന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്ത് സന്ദർശനം നടത്തി. സുഗന്ധഗിരി മരംമുറി വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് നേരത്തെ ലഭിച്ച പരാതിയിൽ പൊടുന്നനെ അന്വേഷണത്തിലേക്ക് കടന്നതെന്നാണ് സൂചന. മുറിച്ച മരങ്ങളുടെ കണക്കെടുപ്പ് തുടങ്ങിയത് സമീപ ദിവസങ്ങളിൽ. സംഭവത്തിൽ നരിക്കടവ് ഫോറസ്റ്റ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി ആനമതിൽ നിർമ്മിക്കുന്ന ഭാഗത്തെ അതിർത്തി നിർണയിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ DFO കോഴിക്കോട് മിനി സർവേ വിഭാഗത്തിന്റെ സഹായം തേടിയിട്ടുണ്ട്. 24 കണ്ണൂർ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മാതാവ് പ്രേമകുമാരി യമനിലെത്തി. നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ചർച്ചകൾ നാളെ തുടങ്ങും. പ്രേമകുമാരിയും സേവ് നിമിഷപ്രിയ ഫോറത്തിലെ സാമുവൽ ജെറോമും ചേർന്നാണ് യമനിലെത്തിയത്. ഇന്ന് രാത്രിയോടെ നിമിഷപ്രിയ കഴിയുന്ന സനയിലേക്ക് മാതാവ് എത്തുമെന്നാണ് വിവരം. ജയിലിലെത്തി മാതാവ് നിമിഷയെ കാണും. അതിനുശേഷമാവും ഗോത്രത്തലവന്മാരുമായി ചർച്ച നടത്തുക. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തെയും പ്രേമകുമാരി സന്ദർശിക്കും. ഇവർ മാപ്പ് നൽകിയാൽ മാത്രമേ നിമിഷപ്രിയയുടെ തിരിച്ചുവരവ് സാധ്യമാകൂ. കുടുംബം ബ്ലഡ് മണി ആവശ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. യമനുമായി നയതന്ത്ര ബന്ധമില്ലാത്തതിനാൽ കേന്ദ്ര സർക്കാർ വിഷയത്തിൽ കാര്യമായി ഇടപെട്ടിട്ടില്ല. സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ ഇടപെട്ട് നടത്തിയ ചർച്ചകളാണ് നിമിഷപ്രിയയുടെ മോചനത്തിന് പ്രതീക്ഷ നൽകുന്നത്. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മാതാവ് പ്രേമകുമാരി യമനിൽ എത്തിയിട്ടുണ്ട്. ജയിലിലെത്തി മാതാവ് നിമിഷപ്രിയയെ കാണും. നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ചർച്ചകൾ നാളെ തുടങ്ങുകയും ചെയ്യും. ഇപ്പോൾ നമുക്കൊപ്പം തത്സമയം യമനിൽ നിന്ന് പ്രേമകുമാരിയും ഒപ്പം ആക്ഷൻ കൗൺസിൽ ഭാരവാഹി സാമുവൽ ജെറോമും ചേരുന്നു. ആദ്യം ഞാൻ ചോദിക്കാൻ പോകുന്നത് അമ്മയോടാണ്. ഇപ്പോൾ ഈ നിമിഷപ്രിയയുമായുള്ള കൂടിക്കാഴ്ച, അത് 12 വർഷത്തിന് ശേഷമുള്ള കൂടിക്കാഴ്ചയ്ക്കാണല്ലോ നമ്മൾ ഒരുങ്ങുന്നത്. ആ പ്രതീക്ഷ എങ്ങനെയാണ്? എപ്പോഴാണ് അങ്ങോട്ടേക്ക് പുറപ്പെടുന്നത്? കാണാനാകുമെന്ന പ്രതീക്ഷയുണ്ടോ? ഹലോ ഹലോ കേൾക്കാവോ? പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ഹലോ കേൾക്കാവോ? കേൾക്കാവോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. തീർച്ചയായും കാണാൻ കഴിയും എന്നാണ് പ്രതീക്ഷിച്ചിട്ടിരിക്കുന്നത്. നാളെ പോകുന്നാണ് സാർ പറഞ്ഞത്. പോയാൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ചർച്ചകൾ ഇപ്പൊ നാളെ തുടങ്ങുമെന്നുള്ളതാണല്ലോ. അപ്പോൾ ഏത് തരത്തിലേക്കാണ് ചർച്ചകൾ പോകുന്നത്? നമുക്ക് ഏറ്റവും പ്രധാനമായി ഈ യമൻ പൗരന്റെ കുടുംബാംഗങ്ങളെ കാണേണ്ടതുണ്ട്. അവരെന്താണ് പറയുന്നത്? ബ്ലഡ് മണി എന്നൊക്കെയുള്ള നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നതിനോട് അവർ യോജിക്കുമോ എന്നൊക്കെയുള്ളത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ആ തരത്തിലേക്കുള്ള ചർച്ചകൾ തുടങ്ങുന്നത് എപ്പോഴാണ്? എനിക്കറിയില്ലല്ലോ, അതിനെ പറ്റി എനിക്കറിയാൻ അതെ, പാടില്ല. എനിക്ക് തോന്നുന്നു ശ്രീ സാമുവൽ ജെറോം, താങ്കൾ ഈ ആക്ഷൻ കൗൺസിൽ ഭാരവാഹിയാണല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി ഔദ്യോഗികമായുള്ള കാര്യങ്ങൾ താങ്കൾക്ക് പറയാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. എപ്പോഴാകും അത്തരത്തിലേക്കൊക്കെയുള്ള ചർച്ചകൾ തുടങ്ങുന്നത്? ഈ ബ്ലഡ് മണി എന്നൊക്കെയുള്ള നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നതിനോട് അവർ യോജിക്കുമോ? യമൻ പൗരന്റെ കുടുംബാംഗങ്ങൾ യോജിക്കുമോ എന്നുള്ളതാണല്ലോ ഇതിൽ ഏറ്റവും പ്രധാനമാകാൻ പോകുന്നത്. ആ തരത്തിൽ ചർച്ചകൾ എപ്പോൾ തുടങ്ങും? Should I answer this? Yeah, of course. Okay, now let me make some things very clear. There is no blood money negotiation. Let it be very clear. We are going to ask for forgiveness. We are still in a place called Aden and we have to reach Sana. So tomorrow evening from Aden we will be going to Sana. And it is about 12 or 13 hours by road. Sometimes it takes up to 14 hours. So tomorrow evening we will be leaving from Aden to Sana. We will reach Sana. Then we will have a meeting with our lawyer and thereafter we will decide how we will move forward. There is nothing that we will directly go and meet that family. People have to understand this. And there is nothing called blood money negotiation. So there is something that we will make an atmosphere where we will request forgiveness from that family. And if the family is willing to forgive,
then there is a blood money that will come along with that. There is nothing separately called blood money negotiation. And we will not directly go and meet that family. There are people who will be supporting us and they will go and meet that tribes. So the tribal leaders and their family members, they will go and meet. So that is how it works. In Yemen, it's a tribal society. It works on tribal laws. We will not be allowed to meet that family. Maybe towards the end of all this process, and if these people are willing to go there and if they accept them to meet there, then that means it is already positive. So then the step by step it will move on, and towards the end maybe we will go there and we will meet that family. That is how it is. So Mr. Samuel, so what's your expectation regarding forgiveness? Do you think they are willing to forgive? What's your expectation in this regard? Things are very positive. No. Things are very positive. I have made a lot of groundwork for the past 3 years. I have made a lot of groundwork. Now, the very purpose of bringing mother here is to talk to that family, that the mother's heart, to show them the mother's heart. That is why the mother is here. So it's already there. We have a very good progress, and mother coming here is very positive for us. Yeah, but there won't be any direct contact or direct meeting with those people. So, but that won't hamper anything, right? There is no need for direct meeting. I mean, the people who are going to talk on our behalf will be talking. So that itself is a direct meeting. Okay, Mother doesn't have to be directly there. Usually women don't talk. You have to understand. In a Yemeni society, women don't talk. Okay. You understand? So it's the men who will be doing the talking with their respective tribal leaders. So, but the mother is here, that puts greater emphasis. And usually the Arab people are very, very warm and very kind and considerate towards women. And that is why the mother is here. So we have already spread the news, the mother is here. And so it has evoked a very positive reaction. So have you got any sort of indication that they are willing to forgive? That's what I am again asking, because that is the main point, right? Which I cannot talk about it at this point of time. It's too early to talk about it. I said that everything is positive. Okay, so I think there are other Malayalis also who are willing to help, and there are so many people in between. Exactly, yes, true, very true, yes. Where? I mean, where? And Prema Kumari is actually expecting to meet her daughter tomorrow. So could you explain more on that, sir? Once again, can you please come? Your voice broke. I didn't hear you properly. Prema Kumari is expecting to meet her daughter tomorrow. So can you give me more? Not tomorrow. Then when is that? See, tomorrow. Let me put the timeline very clear. Tomorrow evening we are leaving from Aden to Sana, which takes 14 hours from here. I mean 12 to 14 hours. So we will be reaching day after tomorrow Sana. Then we will apply for the thing, and maybe within 2 days she will be meeting the Nimisha. Okay, there will be no hindrances in between, and we can, at this moment, we can say the meeting will happen after 2 days. Meeting? Which meeting are you talking about? Meeting between the mother and the daughter. Yeah, that is normal. There is no problem at all. I mean, I had visited Nimisha in jail 2 times, and I had been present during all the legal court hearings. So meeting Nimisha is not a problem at all. There is no problem at all. Okay, so I'm asking because they are meeting after 12 years or so, right? Yes. So that will be a very emotional moment. What I am saying is there is no legal barrier to stop Nimisha's mother visiting Nimisha, to meet her. So there is nothing at all. But unfortunately, they will not allow cameras inside the jail. So that moment cannot be captured by camera. We will try our best. I will try my best to talk to the chairman, because the chairman of the
of the jail is very positive with us. He's very cooperative with us. Every time when we have gone that he's always very positive. And in that picture, they allowed to take us that picture. You can see me along with Nimisha and the embassy officials. So we will try to get a picture. I mean, we might not be able to get a video. We might try to get a picture. Okay, so when is that tribal leaders meeting going to happen, Mr. Samuel? That will happen. I mean, like there is no specified time. There is no schedule. People in India should understand. Here, things doesn't happen 1+1 like that. So now, first, as I told you, as soon as we reach there, the first priority will be Nimisha's mother to meet Nimisha. The second, then we will sit down and talk with our lawyer. I have a plan. I have a clear plan which I cannot reveal at this point of time. And we will be going as per the plan, and we will be, as things proceed, then we will be saying everything, because we don't want to say anything now which might become an offensive, because we haven't directly got the feedback of that family. I mean, like in the sense, like indirectly we know what they are thinking, but we don't want to say anything that would jeopardize our activities here. ഓക്കെ, ഐ കം ബാക്ക് ടു യു. ഇപ്പോൾ പ്രേമകുമാരി അമ്മ, താങ്കൾ ഒരുപക്ഷെ വലിയ പ്രതീക്ഷയിലാണ്, നമ്മളെല്ലാവരും പ്രതീക്ഷയിലാണ്. ഈ 12 വർഷത്തിന് ശേഷമുള്ള കൂടിക്കാഴ്ച എന്ന് പറയുമ്പോൾ അത് അത്രയും ആ തരത്തിലേക്ക് താങ്കൾ അതിനെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു കൂടിക്കാഴ്ച കൂടിയാകും. ഇപ്പോൾ ഈ ഘട്ടത്തിൽ അവിടെ എത്തിക്കഴിയുമ്പോൾ പ്രതീക്ഷ നൽകുന്ന തരത്തിലേക്ക് തന്നെയാണല്ലോ അല്ലേ ഓരോ കാര്യവും സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും. ഹലോ, തീർച്ചയായിട്ടും പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. അവിടെ ഇപ്പോൾ എന്താണ് ഈ താങ്കൾ പലരോടും സംസാരിച്ചിട്ടുണ്ടാകണം ഇതിനോടകം, അപ്പോൾ അവരൊക്കെ നൽകുന്ന ഉറപ്പ് എന്താണ്? ഞാൻ ആരോടും സംസാരിച്ചില്ല, കാരണം എനിക്കിവിടെ ഭാഷ പ്രോബ്ലം ഉണ്ട്. മലയാളികളൊക്കെ സഹായത്തിന് എത്തുന്നുണ്ടോ? അങ്ങനെ ആരും കടന്നു വരാൻ പാകത്തിനല്ല ഞാൻ ഇരിക്കുന്നത്. ഞാന് ഇവിടെ ഒരു ഹോട്ടലിലാണ് താമസിക്കുന്നത്. Okay, one more question, Mr. Samuel. So, I would like to know, when is the mother coming back, that is Mrs. Premakumari coming back, and she'll be coming back to Kerala with a positive note? We can hope so. Sure. I mean, like, mother will be here as long as it takes to resolve this issue. And positively, she will be returning, and we will be, I mean, I'll also be coming along with her. So we will be returning to Kerala with Nimisha. Positively. Okay. With that positive note, thank you so much. I have worked on this since, there's something I was just saying. I mean, I had been working on this since 2017. And now it has come to the place where it is going to give fruit. That fruit will be bringing Nimisha home safely. That is it. Thank you. താങ്ക് യു. അപ്പോൾ യമനിൽ നിന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹി സാമുവേൽ, ഒപ്പം തന്നെ നിമിഷപ്രിയയുടെ മാതാവ് പ്രേമകുമാരി എന്നിവരാണ് നമ്മളോട് തത്സമയം സംസാരിച്ചത്. നേരിട്ട് യമൻ പൗരന്റെ കുടുംബാംഗങ്ങളുമായി ഒരു തരത്തിലുള്ള ചർച്ചയും നടക്കുന്നില്ല. അതിൽ അഭിഭാഷകനുണ്ടാകും, ഗോത്ര തലവന്മാരുണ്ടാകും. അവരുമായുള്ള സംസാരത്തിലൂടെയാകും ഇതിലെ മുന്നോട്ട് പോക്ക് എങ്ങനെ എന്നുള്ളത് തീരുമാനിക്കപ്പെടുക എന്നുള്ളതാണ്. ഇതിൽ ഇവർ മാപ്പ് നൽകാൻ തയ്യാറാകുമോ എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതിനോടൊപ്പം ചേർന്നാണ് ബ്ലഡ് മണി എന്നുള്ളത് വരിക. അതല്ലാതെ ബ്ലഡ് മണി എന്നൊരു സംവിധാനം മാത്രമായി യമനിനില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആക്ഷൻ കൗൺസിൽ ഭാരവാഹി സാമുവേൽ നമ്മളോട് പറഞ്ഞത്. ഏതായാലും അടുത്ത ദിവസം 2 ദിവസത്തിന് ശേഷം നിമിഷപ്രിയയുമായുള്ള അമ്മയുടെ കൂടിക്കാഴ്ച നടക്കും ജയിലിൽ വെച്ച്. നാളെ വൈകിട്ട് അവർ അതിനായി പുറപ്പെടും എന്നുകൂടി അവർ അറിയിക്കുന്നുണ്ട്. ഇന്ന് സംഭവിച്ച മറ്റൊരു വാർത്തയിലേക്ക്. കൊച്ചി വാട്ടർ മെട്രോയുടെ ഫോർട്ട് കൊച്ചിയിലേക്കുള്ള സർവീസ് തുടങ്ങി. വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതിയ സർവീസ് കരുത്താകുമെന്നാണ് വിലയിരുത്തൽ. 2 റൂട്ടുകളും 9 ബോട്ടുകളുമായി ആരംഭിച്ച വാട്ടർ മെട്രോ ഇപ്പോൾ 5 റൂട്ടുകളിൽ സർവീസ് നടത്തുന്നുണ്ട്. കൊച്ചി വാട്ടർ മെട്രോയുടെ 10ാമത് ടെർമിനലാണ് ഫോർട്ട് കൊച്ചിയിൽ തുറന്നത്. ഹൈക്കോടതി ടെർമിനലിൽ നിന്ന് രാവിലെ 10 മണിക്ക് സർവീസ് ആരംഭിച്ചു.
ഫോർട്ട് കൊച്ചിയിലേക്കുള്ള ആദ്യ സർവീസിൽ സന്തോഷ് ജോർജ് കുളങ്ങരയും ഭാഗമായി. ഫോർട്ട് കൊച്ചിയിലേക്കുള്ള സർവീസ് വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്താകുമെന്ന് സന്തോഷ് ജോർജ് കുളങ്ങര. നമുക്കറിയാം, മറൈൻ ഡ്രൈവ് കാണാൻ വരുന്ന ധാരാളം സ്വദേശികളുണ്ട്, പിന്നെ വിദേശികളുണ്ട്. ഇവർക്കൊക്കെ കായലിലൂടെ സ്വച്ഛമായ വേൾഡ് ക്ലാസ് ഫെസിലിറ്റി ഉള്ള ഒരു ബോട്ടിൽ, അതോ ഇലക്ട്രിക് ബോട്ടാണ്, വേറെ ശബ്ദങ്ങളില്ല, ബഹളങ്ങളില്ല, പൊല്യൂഷൻ ഇല്ല, അങ്ങനെ കൊച്ചിയുടെ ഹൃദയത്തിലൂടെ, കായൽ ഹൃദയത്തിലൂടെ യാത്ര ചെയ്ത് ഫോർട്ട് കൊച്ചി എന്ന് പറയുന്ന നമ്മുടെ ചരിത്രത്തിന്റെ ഹബിലേക്ക് എത്തുക, അതൊരു വലിയ നേട്ടമല്ലേ? ചീനവലകളും കൊച്ചിയുടെ കായൽ സൗന്ദര്യവും ആസ്വദിച്ച് വാട്ടർ മെട്രോയിലൂടെ യാത്ര ചെയ്യാൻ 40 രൂപയാണ് നിരക്ക്. അരമണിക്കൂർ ഇടവിട്ട് സർവീസ് ഉണ്ടാകും. 2 റൂട്ടുകളും 9 ബോട്ടുകളുമായി ആരംഭിച്ച വാട്ടർ മെട്രോ ഇപ്പോൾ 5 റൂട്ടുകളിൽ സർവീസ് നടത്തുന്നുണ്ട്. 14 ബോട്ടുകളും സ്വന്തമായുണ്ട്. ഇന്ത്യൻ ഗതാഗത സംസ്കാരത്തിന് കൊച്ചിയുടെ സംഭാവന, അതാണ് കൊച്ചി വാട്ടർ മെട്രോ. ചരിത്രത്തിലേക്കുള്ള കാൽവെപ്പ് കൂടിയാണ് ഫോർട്ട് കൊച്ചിയിലേക്കുള്ള ഈ സർവീസ്. റിജോയ്ക്കൊപ്പം വിഷ്ണു സുരേഷ്, 24. ഡ്യൂട്ടിക്കിടയിലെ മദ്യ ഉപയോഗത്തിൽ ജീവനക്കാർക്കെതിരെ നടപടി കടുപ്പിച്ച് KSRTC. 97 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. വെഹിക്കിൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് നടപടി. KSRTC വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയിൽ 40 താത്കാലിക ജീവനക്കാരെയും പിരിച്ചുവിട്ടു. ഡ്യൂട്ടിക്ക് മദ്യപിച്ചു വന്നതിനും ഡ്യൂട്ടിക്കിടെ മദ്യം സൂക്ഷിച്ചതിനുമാണ് നടപടി. ഇടുക്കി നെടുങ്കണ്ടത്ത് ജപ്തി നടപടിക്കിടെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി മരിച്ച വീട്ടമ്മയുടെ മൃതദേഹവുമായി സൗത്ത് ഇന്ത്യൻ ബാങ്കിന് മുന്നിൽ പ്രതിഷേധം. SNDP പ്രാദേശിക യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. മരിച്ച ഷീബയുടെ കുടുംബത്തിന് ബാങ്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ജപ്തി നടപടി ഒഴിവാക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. അരമണിക്കൂറോളം നീണ്ടുനിന്ന പ്രതിഷേധം അവസാനിച്ചു. പക്ഷിപ്പനി സ്ഥിരീകരിച്ച ആലപ്പുഴയിൽ കൂടുതൽ പഞ്ചായത്തുകൾ ഭീതിയിൽ. മുട്ടാർ, അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തുകളിൽ താറാവുകളെ ചത്ത നിലയിൽ കണ്ടെത്തിയതോടെ സാമ്പിൾ ശേഖരിച്ച് ഭോപ്പാലിലെ ലാബിലേക്ക് അയച്ചു. പക്ഷിപ്പനിയെ തുടർന്ന് കേരള അതിർത്തികളിൽ തമിഴ്നാട് പരിശോധന ശക്തമാക്കി. ആലപ്പുഴ ജില്ലയിൽ എടത്വ, ചെറുതന പഞ്ചായത്തുകളിലാണ് നേരത്തെ രോഗം സ്ഥിരീകരിച്ചത്. ഇവിടങ്ങളിലായി 17,480 താറാവുകളെ കൊന്നു മറവ് ചെയ്തു. മുട്ടാറും അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലും താറാവുകൾ ചത്തതിനെ തുടർന്ന് ഭോപ്പാലിലെ അതിസുരക്ഷാ പക്ഷി രോഗനിർണയ ലാബിലേക്ക് സാമ്പിൾ അയച്ചിട്ടുണ്ട്. 3 ദിവസത്തിനുള്ളിൽ പരിശോധനാ ഫലം ലഭിച്ചേക്കും. പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത പ്രദേശത്തിന്റെ 3 കിലോമീറ്റർ ചുറ്റളവിൽ പനി സർവേ നടത്തുകയും പനിയുള്ളവരിലെ തൊണ്ടയിലെ സ്രവം പരിശോധിച്ച് പക്ഷിപ്പനി അല്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. കേരളത്തിൽ നിന്നുള്ള കോഴി, കോഴിവളം, കോഴിമുട്ട, കോഴിക്കുഞ്ഞുങ്ങൾ, താറാവ് മുട്ട, താറാവ് എന്നിവ വരുന്ന വാഹനങ്ങൾ തമിഴ്നാട് തിരിച്ചയക്കും. വാളയാർ ഉൾപ്പെടെ 12 ചെക്ക് പോസ്റ്റുകളിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ സംഘത്തെയും നിയോഗിച്ചു. 24 ആലപ്പുഴ. ടിക്ടോക്ക് നിരോധനത്തിലേക്ക് നയിക്കുന്ന ബില്ല് പാസാക്കി അമേരിക്കൻ ജനപ്രതിനിധി സഭ. 58-നെതിരെ 360 വോട്ടുകൾക്കാണ് ബില്ല് പാസായത്. അമേരിക്കയിൽ നിന്നുള്ള പുതിയ ഉടമയെ കണ്ടെത്തിയില്ലെങ്കിൽ ടിക്ടോക്ക് നിരോധിക്കുമെന്നാണ് ബില്ലിലെ വ്യവസ്ഥ. ബില്ലിൽ ഒപ്പിടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയിരുന്നു. ടിക്ടോക്ക് ദേശീയ സുരക്ഷയ്ക്ക് അപകടമെന്ന് കാട്ടിയാണ് ബില്ല് പാസാക്കിയത്. ബില്ലിനെതിരെ കടുത്ത വിയോജിപ്പാണ് ടിക്ടോക്ക് ഉന്നയിച്ചിട്ടുള്ളത്. പ്രസിഡന്റ് ബില്ലിൽ ഒപ്പിട്ടാൽ 270 ദിവസത്തിനുള്ളിൽ പുതിയ ഉടമയെ കണ്ടെത്തേണ്ടി വരും. ദേശീയ സുരക്ഷ ഉന്നയിച്ച് കഴിഞ്ഞ ദിവസം ചൈന വാട്സാപ്പ്, ത്രെഡ് എന്നിവ ആപ്പ് സ്റ്റോറിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു. തിരികെ പ്രൈം ടൈം ന്യൂസിലേക്ക്. എരുമപ്പെട്ടിയിൽ അതിഥി തൊഴിലാളി കിണറ്റിൽ വീണ് മരിച്ചു. ബീഹാർ സ്വദേശി മധുരേഷ് കുമാറാണ് മരിച്ചത്. കിണറ്റിന് സമീപം ഇരുന്ന് ഫോൺ ചെയ്യുന്നതിനിടെയാണ് അപകടമുണ്ടായത്. സൂരജ് സജി വിവരങ്ങളുമായി. സൂരജ്, വാർത്തയുടെ വിശദാംശങ്ങൾ. അനുജ, ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടിയായിരുന്നു സംഭവം ഉണ്ടാകുന്നത്. ബീഹാർ സ്വദേശി മധുരേഷ് കുമാർ ഈ കിണറ്റിൽ ഇറങ്ങുന്നതിനിടെ കാൽ വഴുതി കിണറ്റിന്റെ വക്കിലിരിക്കുന്നതിനിടെ കാൽ വഴുതി കിണറിലേക്ക് വീഴുകയായിരുന്നു. ഫോൺ ചെയ്ത കിണറിന്റെ വക്കിലിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് സുഹൃത്തുക്കൾ പറയുന്നത്. പിന്നീട് ഇയാളെ രക്ഷപ്പെടുത്തുന്നതിനായി സുഹൃത്തായ സോംകുമാർ ശ്രമം നടത്തിയെങ്കിലും ഇദ്ദേഹവും ഈ കിണറ്റിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് ഇരുവരെയും രക്ഷിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ സോംകുമാർ നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജിലാണുള്ളത്. മൃതദേഹവും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അനുജ, ശരി. എരുമപ്പെട്ടിയിലാണ് അതിഥി തൊഴിലാളി കിണറ്റിൽ വീണ് മരിച്ചത്. ബീഹാർ സ്വദേശി മധുരേഷ് കുമാർ കിണറ്റിന് സമീപം ഇരുന്ന് ഫോൺ ചെയ്യുന്നതിനിടെയാണ് അപകടമുണ്ടായത്. തിരുവനന്തപുരം പാലോട് ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന പാലോട് പാണയം പൂരം വില്ലയിൽ ദുർഗേഷാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു. ഹരികൃഷ്ണൻ വിശദാംശങ്ങളുമായി. ഹരികൃഷ്ണൻ, ഈ അപകടമുണ്ടായത് എപ്പോഴാണ്? മറ്റു വിവരങ്ങൾ. അനുജ, ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ പേരൻ ജംഗ്ഷനിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ CCTV ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് ഈ ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന ഈ ബൈക്ക് യാത്രികർ അമിത വേഗതയിലായിരുന്നു. ഈ അമിത വേഗതയിലെത്തി ഈ
കൂട്ടിയിടിക്കുകയായിരുന്നു. കൂട്ടിയിടിച്ച് ഉടനെ തന്നെ ഇവർ റോഡിലേക്ക് നിലം പതിച്ചിരുന്നു. അതേപോലെ തന്നെ ഈ തലക്കേറ്റ ക്ഷതമാണ് മരണം സംഭവിക്കാൻ ഇടയായത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ സംഭവം ആശുപത്രിക്ക് കൊണ്ടുപോകും വഴി തന്നെ ഈ ബൈക്ക് ഓടിച്ചിരുന്ന ദുർഗേഷ് എന്ന യുവാവ് മരിച്ചിരുന്നു. കൂടെ ഉണ്ടായിരുന്ന യുവാവ് നിതിൻ ഗുരുതര പരിക്കോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ സംഭവത്തിൽ പാലോട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. അമിത വേഗതയിലാണ് ഈ ബൈക്ക് യാത്രക്കാർ എത്തിയതെന്നുള്ളതാണ് ദൃക്സാക്ഷികൾ അടക്കം പറയുന്നത്. തിരുവനന്തപുരം പാലോടാണ് ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചത്. ഇനി ഇന്നത്തെ മറ്റൊരു വാർത്തയിലേക്ക്. പൊന്മുടി മരം മുറിക്കലിൽ കൃത്യമായ കണക്കില്ലാതെ വനംവകുപ്പ്. വനത്തിനുള്ളിൽ നിന്ന് കൂടുതൽ മരങ്ങൾ മുറിച്ചു മാറ്റിയത് പോലും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. വനംവകുപ്പിന്റെ മൂക്കിന് കീഴിൽ നടന്ന നിയമലംഘനങ്ങളിൽ ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ സംശയങ്ങൾ നിരവധിയാണ്. 24 എക്സ്ക്ലൂസീവ്. പൊന്മുടിയിലാണ്. പൊന്മുടി മരമുറിയുടെ കഥകൾ അവസാനിക്കുന്നില്ല. അതിൻ്റെ ചുരുളഴിയണമെങ്കിൽ കാട് കയറണം. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ ഹിൽ സ്റ്റേഷന് മുൻപിൽ പോലും വനനിയമങ്ങളുടെ ലംഘനങ്ങൾ കാണാം. പൊന്മുടി ഹിൽ സ്റ്റേഷനിൽ നിന്നും കഷ്ടിച്ച് 1 കിലോമീറ്റർ വനത്തിലൂടെ നടക്കണം. ട്രക്കിംഗ് പാതയാണ്. കഴിഞ്ഞ 1 മാസത്തിനിടയിൽ മുറിച്ചുമാറ്റിയ മരങ്ങൾ അവിടെയും കാണാം. രാത്രി 7 മണി മുതൽ രാവിലെ 8 മണി വരെ പൊന്മുടി ഹിൽ സ്റ്റേഷനിലേക്ക് പുറത്തു നിന്നുള്ളവർക്ക് പ്രവേശനമില്ല. ഇതുൾപ്പെടെയുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടായിരുന്നു മരം മുറിച്ചത്. ഇതാണ് അശോക മരം കേട്ടോ. ഇത് അപ്പുറത്ത് മുറിച്ചിട്ടുണ്ട്. ഇതേപോലെ അപ്പുറത്ത് മുറിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പൊന്മുടിയിലെ മരമുറി എത്രത്തോളം വ്യാപ്തിയുള്ളതാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. ഇത് കാടിനകത്താണ്, വനത്തിനകത്താണ്. റോഡരികിലുള്ള ചെറുമരങ്ങൾ മാത്രമല്ല, കാടിനകത്തേക്ക് കയറി ഇതുപോലെയുള്ള സംരക്ഷിക്കപ്പെടേണ്ട മരങ്ങൾക്ക് കോടാലി വയ്ക്കുന്ന സാഹചര്യം പൊന്മുടിയിലുണ്ടായി. കഴിഞ്ഞില്ല, ഇനിയുമുണ്ട് മരമുറി കഥകൾ. തിരഞ്ഞെടുപ്പ് മറയാക്കി നടന്ന മരമുറിയിൽ 260 മരങ്ങൾ മാത്രമാണോ? അല്ല എന്നുറപ്പ്. പിന്നെയും മരങ്ങൾ മുറിച്ചു. എന്നാൽ ഇതൊന്നും വനം വകുപ്പിന്റെ കണക്കുകളിൽ ഇല്ല. വനാതിർത്തി ലംഘിച്ചതോ വനത്തിൽ അതിക്രമിച്ച് കയറിയതോ അല്ല. പക്ഷേ നമ്മുടെ കാട്, നമ്മുടെ കാടിനുള്ളിലെ സമ്പത്ത്, അത് ഏതെങ്കിലും തരത്തിൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് പുറത്തു കൊണ്ടുവരണം. മനഃപൂർവ്വമല്ലെങ്കിലും ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് പലപ്പോഴും വസ്തുതയാണ്. 22 ഹെയർ പിന്നുകളും താണ്ടി മരങ്ങൾ പൊന്മുടി താഴ്വര കടന്നിട്ടുണ്ടെങ്കിൽ സംശയിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. ഇത് മാത്രമല്ല, മറ്റു ചില സംശയങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെയുണ്ട്. പൊന്മുടി എക്കോ ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ വനത്തിനുള്ളിൽ നിന്ന് ചെറിയ അളവിൽ മുളയടക്കം മുറിച്ച് ഉപയോഗിക്കാൻ വനംവകുപ്പ് അനുമതി നൽകാറുണ്ട്. അത് സൂക്ഷിക്കാനടക്കം ഒരുക്കിയിരിക്കുന്ന ഒരു താൽക്കാലിക സ്ഥലമാണിത്. ഇവിടെ അല്ലെങ്കിൽ ഇത് മറയാക്കിക്കൊണ്ട് വനംവകുപ്പിലെ ചില ജീവനക്കാരുടെ ഒത്താശയോടുകൂടി അനധികൃതമായി കാട്ടിൽ കയറി മരം മുറിച്ച് ആ മരങ്ങൾ ചെറിയ പീസുകളാക്കി ഇവിടെ നിന്ന് കടത്താനുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്ന് വനം വകുപ്പ് ജീവനക്കാർക്കിടയിൽ തന്നെ ആക്ഷേപമുണ്ട്. മുളയും ഈറയും മുറിക്കാം, പക്ഷേ പൊന്മുടി ഇക്കോ ടൂറിസം പദ്ധതിക്ക് വേണ്ടി മരങ്ങൾ മുറിച്ചു, വേലി കെട്ടി, അതിൻ്റെ മറവിലും കടത്ത് നടന്നുവെന്ന് ആക്ഷേപമുണ്ട്. 24 പുറത്തുവിട്ട പൊന്മുടി മരമുറി വിഭാഗത്തിൽ ഇപ്പോൾ പലതരത്തിലുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ അതൊക്കെ മാറ്റി നിർത്തിയാൽ നമുക്ക് വനത്തെ സംരക്ഷിക്കുകയാണ് വേണ്ടത്. വനമാര് കൊള്ളയടിക്കുന്നു, എത്ര നാളായി അത് തുടരുന്നു, അത് കണ്ടെത്താൻ സർക്കാർ ഗൗരവമായി ഇടപെടൽ നടത്തണം. ക്യാമറാമാൻ അരുണസാറിനും സതീഷിനുമൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. തമിഴ്നാട്ടിലെ വെല്ലൂരിൽ കടവരാന്തയിൽ ഉറങ്ങിക്കിടന്ന വയോധികയെ തലക്കടിച്ച് കൊലപ്പെടുത്തി. 75-കാരി ചിന്നക് ചിദ്ദയാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന്റെ നടക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. തമിഴ്നാട്ടിലെ വെല്ലൂർ ജില്ലയിലെ ഗുഡിയാത്തം എന്ന പ്രദേശത്ത് ഇന്നലെ രാത്രിയാണ് സംഭവം. കടവരാന്തയിൽ ഉറങ്ങുകയായിരുന്ന വയോധികയുടെ തലയിൽ അക്രമി കരിങ്കൽ കൊണ്ടിടുകയായിരുന്നു. 75-കാരി ചിന്നക് ചിദ്ദ തൽക്ഷണം മരിച്ചു. ശബ്ദം കേട്ട് സമീപത്തുള്ളവർ എഴുന്നേറ്റപ്പോഴാണ് കൊലപാതകം തിരിച്ചറിയുന്നത്. പിന്നാലെ അക്രമിയെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും പ്രതി കടന്നു കളഞ്ഞു. സമീപത്ത് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന മാനസിക രോഗിയായ ആളാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. കൊല്ലപ്പെട്ട വയോധികയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഗുഡിയാത്തം ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റി. 24 ചെന്നൈ. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് പിറന്നാൾ ആഘോഷത്തിനിടെ ബിയർ പാർലറിൽ സംഘർഷം. 5 പേർക്ക് കുത്തേറ്റു. ടെക്നോ പാർക്കിന് സമീപത്തെ ബാറിൽ നടന്ന ആഘോഷത്തിനിടെയാണ് ആക്രമണമുണ്ടായത്. 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു.
കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടുകൂടിയാണ് ടെക്നോ പാർക്കിന് സമീപത്തെ വൈൻ പാർലറിൽ സംഘർഷമുണ്ടായത്. പിറന്നാളാഘോഷത്തിനെത്തിയവരും പാർലറിലെ മറ്റൊരു സംഘവും തമ്മിലുണ്ടായ വാക്കേറ്റമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. ശ്രീകാര്യം സ്വദേശികളായ ഷാലു, സൂരജ്, വിശാഖ്, സ്വരൂപ്, അതുൽ എന്നിവർക്കാണ് കുത്തേറ്റത്. ഇവരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. സംഘർഷവുമായി ബന്ധപ്പെട്ട് 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കടന്നുകളഞ്ഞ മറ്റു പ്രതികൾക്കായി കഴക്കൂട്ടം പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കയ്യിൽ ആയുധമുണ്ടായിരുന്നതിനാൽ പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. 24 തിരുവനന്തപുരം. പ്രൈം ടൈം ന്യൂസ് അവസാനിക്കുന്നു. ഇനി ഇലക്ഷൻ സ്റ്റണ്ടുമായി S. വിജയകുമാറും പ്രജിൻ സി കണ്ണനും. നമസ്കാരം.